യുഎഇയിൽ ഒരു പുതിയ ജോലി ലഭിക്കുക എന്നത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചും തികച്ചും ആവേശകരമായ ഒരു കാര്യമാണ്. പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്കും വലിയൊരു കരിയർ വളർച്ചയിലേക്കും വാതിൽ തുറക്കുന്ന നിമിഷമാണത്. എന്നാൽ ഈ ആവേശത്തിനിടയിൽ പലരും വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക തൊഴിൽ കരാർ കൃത്യമായി വായിച്ചു നോക്കാതെ ഒപ്പുവെക്കുക എന്നതാണ്. വെറുമൊരു ശമ്പളക്കണക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കരാറിലെ മറ്റ് നിബന്ധനകളെ അവഗണിക്കുന്നത് പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലേക്കും സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും വഴിമാറിയേക്കാം. യുഎഇ തൊഴിൽ നിയമങ്ങൾ വളരെ കൃത്യവും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. എന്നാൽ നമ്മൾ ഒപ്പുവെക്കുന്ന കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഓരോ ജീവനക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഒരു തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് പ്രവാസികൾ നിർബന്ധമായും പരിശോധിക്കേണ്ട പ്രധാന നിയമങ്ങളും തൊഴിൽപരമായ പരാതികൾ പരിഹരിക്കാൻ നിലവിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. യുഎഇ സ്വകാര്യ മേഖലയിലെ ഭൂരിഭാഗം തൊഴിലാളികളും ഇപ്പോൾ നിശ്ചിത കാലയളവിലേക്കുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ടേം കരാറുകൾക്ക് കീഴിലാണ് വരുന്നത്. നിയമപ്രകാരം ഇത്തരം കരാറുകൾ പരമാവധി 3 വർഷം വരെയുള്ള കാലാവധിയിലാണ് തയ്യാറാക്കുന്നത്. ഇത്തരം കരാറുകളിൽ ജോലിയുടെ കൃത്യമായ തുടക്ക തീയതിയും അവസാനിക്കുന്ന തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഈ കാലാവധി നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അതേ വിവരങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ട് രേഖകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഒപ്പുവെക്കുന്നതിന് മുൻപ് തന്നെ തൊഴിലുടമയോട് ചോദിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂടാതെ ഈ കരാർ പുതുക്കുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും രാജിവെക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോഴോ നൽകേണ്ട നോട്ടീസ് കാലാവധി എത്രയാണെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തൊഴിൽ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശമ്പളത്തിന്റെ ഘടന. പലപ്പോഴും ആകെ ലഭിക്കുന്ന വലിയൊരു തുക കണ്ട് സന്തോഷിക്കുന്ന ജീവനക്കാർ അതെങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാറില്ല. യുഎഇ നിയമപ്രകാരം ശമ്പളം എന്നത് അടിസ്ഥാന ശമ്പളം, താമസ സൗകര്യത്തിനുള്ള അലവൻസ്, യാത്രാബത്ത എന്നിവയുമായി കൃത്യമായി വേർതിരിച്ച് കാണിക്കണം. ഇതിൽ അടിസ്ഥാന ശമ്പളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന സേവനാനന്തര ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ഈ അടിസ്ഥാന ശമ്പളത്തെ മാത്രം ആസ്പദമാക്കിയാണ്. ആകെ തുക വലിയതാണെങ്കിലും അടിസ്ഥാന ശമ്പളം വളരെ കുറവാണെങ്കിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുക വളരെ തുച്ഛമായിരിക്കും. അതിനാൽ അലവൻസുകളുടെ പേരിൽ അടിസ്ഥാന ശമ്പളം അമിതമായി കുറച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. യുഎഇ തൊഴിൽ നിയമപ്രകാരം പ്രൊബേഷൻ കാലയളവ് പരമാവധി 6 മാസത്തിൽ കൂടാൻ പാടില്ല. ഈ കാലയളവിനുള്ളിൽ ജീവനക്കാരൻ്റെ പ്രകടനം വിലയിരുത്താനും ആവശ്യമെങ്കിൽ ഇരുപക്ഷത്തിനും കരാർ അവസാനിപ്പിക്കാനും സാധിക്കും. എന്നാൽ പ്രൊബേഷൻ സമയത്ത് ജോലി അവസാനിപ്പിക്കുകയാണെങ്കിലും കൃത്യമായ നോട്ടീസ് നൽകൽ നിർബന്ധമാണ്.